ദിവസം കൊണ്ട് നമുക്ക് വേണ്ടുന്ന 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബറും. അതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് യൂട്യൂബിൽ പരതി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ലഭിക്കും. ഒറ്റ ദിവസം കൊണ്ട് 4000 മണിക്കൂർ, അതാണ് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ. അതായത് ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ, അതായത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകണമെങ്കിൽ 4000 മണിക്കൂർ സമയം ആളുകൾ അത് കണ്ടിരിക്കണം. കൂടാതെ 1000 സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കണം. ഈ 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂറിനും അവർ ഒരു സമയപരിധി വെച്ചിട്ടുണ്ട്. 365 ദിവസം. അതായത് ലാസ്റ്റ് ഇന്ന് ആണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഇന്നേക്ക് അതിന്റെ പിന്നിലോട്ട് 365 ദിവസത്തിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കണം. അപ്പോൾ 365 ദിവസം നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ ഇത്തരത്തിൽ ലഭിക്കും. എന്നാൽ സത്യം അതൊന്നുമല്ല. ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ നടന്നേക്കാം. അത് വലിയ ഭാഗ്യത്തിന്റെ കാര്യമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരു വ്യക്തികൾക്ക് പോലും നമ്മെ അറിയില്ല. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങുകയാണ്, ABC. ഈ ABC ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുകയാണ്. നമ്മളും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ നോക്കിയിരിക്കുകയാണ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി. ആദ്യത്തെ വീഡിയോയ്ക്ക് 1-2 വ്യൂ, ഇല്ലെങ്കിൽ 4-5 വ്യൂ കിട്ടിയാൽ പോലും വളരെ ഭാഗ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ആർക്കും നമ്മളെ അറിയില്ല, നമുക്ക് ആരെയും അറിയില്ല. എന്നാൽ യൂട്യൂബ് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് നമ്മളുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ചില പ്ലാറ്റ്ഫോമുകളിലേക്ക് അത് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ട്വിറ്ററിൽ ഷെയർ ചെയ്യാം. അങ്ങനെ കുറെ പ്ലാറ്റ്ഫോമുകൾ, ചിലതൊക്കെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പ്ലാറ്റ്ഫോമുകളാണ്, അവിടേക്കൊക്കെ ഷെയർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഷെയറിങ്ങിലൂടെ നമുക്ക് ഒരു പക്ഷേ കുറച്ച് വ്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ചാനൽ ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നത് നമ്മളെ നിരന്തരം അറിയുന്ന കുറെ ആളുകളുടെ മുമ്പിലേക്കാണ്. നമ്മളുടെ കൂട്ടുകാർ, നമ്മളുടെ ബന്ധുക്കൾ, നമ്മുടെ സ്വന്തക്കാർ. നിങ്ങൾക്കറിയാമല്ലോ, ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ല, എങ്കിൽ പോലും പറയാം. കാരണം ഇവരിൽ ആരും തന്നെ നിങ്ങളെ സഹായിക്കാൻ പോണില്ല. സ്വന്തം വീട്ടുകാർ ഒരു പക്ഷേ സഹായിച്ചേക്കാം, ചിലയിടത്തൊക്കെ അതും നടക്കില്ല. ബാക്കിയുള്ള ആരും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. കാരണം ഏറ്റവും ആദ്യത്തെ കാര്യം, ഇവൻ ചാനൽ ഉണ്ടാക്കിയോ, കൊള്ളാം, ഞാൻ കണ്ടിട്ട് അവൻ അങ്ങനെ രക്ഷപ്പെടണ്ട. അതായിരിക്കും 99% പേരുടെയും മെന്റാലിറ്റി. കാരണം ഞാൻ കണ്ടിട്ട് അവൻ അങ്ങനെ രക്ഷപ്പെടണ്ട, അവന്റെ വ്യൂ കൂടണ്ട. അവനോട് ചോദിച്ചാൽ അവൻ പറയും, പിന്നെ ഞാൻ കണ്ടിരുന്നു, നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ എന്ന് പറയും. പക്ഷെ ഇതാണ് സംഭവം. അവൻ വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു തരും, 2 ദിവസം കഴിയുമ്പോൾ ലൈക്ക് ഡിസ്ലൈക്ക് ആക്കി കളയും. സബ്സ്ക്രൈബ് ചെയ്തിടും നമ്മൾ പറയുന്നതനുസരിച്ച്. പക്ഷെ അതിനുശേഷം അവൻ സബ്സ്ക്രിപ്ഷനും മാറ്റിക്കളയും. ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ഈ വിഡ്ഢികളുടെ വിചാരം. പക്ഷെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നിങ്ങളെ ആരും സഹായിക്കാൻ പോണില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് കോമൺ പബ്ലിക് ആണ്. ഈ വിഷയം അന്വേഷിച്ച് നടക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം ആളുകൾക്ക് ഗുണമുള്ളതായിരിക്കണം, ആളുകളിൽ ഒരു ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഒരു തംബ്നെയിൽ കണ്ടാൽ ഉടനെ ചാടി വീഴുന്ന തരത്തിലുള്ളത് ആയിരിക്കണം. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബറും ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ആസ്പിരന്റ് ആയ നമ്മൾ അവിടെ ചാടി വീഴും. ഞാൻ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നതും അത് തന്നെയാണ്. ആ വീഡിയോകളിൽ പറയുന്നത് നമുക്ക് എങ്ങനെയൊക്കെ ഇത്തരത്തിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ചിലർ പറയും ടൈറ്റിലിംഗ് ശരിയാക്കിയാൽ മതി എന്ന് പറയും, ചിലർ പറയും ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും, ചിലർ പറയും ടാഗ് ചെയ്യുന്നത് കൃത്യമായിരിക്കണം എന്ന് പറയും. ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിന് ഇതെല്ലാം വേണം. ടൈറ്റിൽ കൃത്യമായിരിക്കണം, ടാഗിങ് കൃത്യമായിരിക്കണം, ഡിസ്ക്രിപ്ഷൻ കൃത്യമായിരിക്കണം, വീഡിയോ HD ക്വാളിറ്റിയിൽ ഉള്ളതായിരിക്കണം. പിന്നെ വീഡിയോയുടെ കണ്ടന്റ്, മെയിൻ തിങ് ഈസ് കണ്ടന്റ്. മനുഷ്യർക്ക്, ആവശ്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന, ഇല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതിൽ ഒരു കള്ളവും ചതിയും പാടില്ല. കള്ളം പറഞ്ഞാൽ 2-4 ദിവസം കള്ളം പറയാൻ പറ്റും, പക്ഷെ അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അവർ നമ്മുടെ ചാനൽ ഉപേക്ഷിച്ച് പോകും. പലപ്പോഴും നമ്മൾ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയും, അത് ചെയ്യാറുണ്ട്. ചെറിയ രീതിയിൽ ഞാനും ചെയ്യാറുണ്ട്. എന്നാൽ അത് ദോഷമുണ്ടാക്കാത്ത രീതിയിലുള്ള ക്ലിക്ക് ബൈറ്റ് ആണ് ചെയ്യുന്നത്.
ഇന്നത്തെ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന ഇത് തന്നെയാണ്, ഒറ്റ ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബർ 4000 മണിക്കൂർ ഉണ്ടാക്കാം എന്ന്. തീർച്ചയായിട്ടും ആ തംബ്നെയിൽ കണ്ട് ഈ വീഡിയോ കാണാൻ വന്നവരും ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് അതൊരു ക്ലിക്ക് ബൈറ്റ് ആയിട്ട് കണക്ക് കൂട്ടപ്പെടുന്നില്ല. അവരെ ചതിക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വിളിച്ചത്, അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം അവർ ഡിസപ്പോയിന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ഇത് അസംഭവ്യം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില കേസുകളിൽ നടക്കും, നടക്കാതിരിക്കില്ല. എന്നാൽ 99% കേസുകളിലും നമ്മുടെ ഹാർഡ് വർക്കാണ് പേ ചെയ്യുന്നത്. നമ്മൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കുക, നല്ല രീതിയിൽ അതിന്റെ ടൈറ്റിലിങ്ങും ഡിസ്ക്രിപ്ഷനും ടാഗ്സും ഒക്കെ കൊടുക്കുക, നല്ല തംബ്നെയിൽ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ വീഡിയോയ്ക്ക് ചിലപ്പം 5 വ്യൂ ആയിരിക്കും കിട്ടുന്നത്, അടുത്ത വീഡിയോ ഇടുമ്പോൾ 10 വ്യൂ കിട്ടും, അതിൻ്റെ അടുത്ത വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ 8 വ്യൂവിലേക്ക് താഴാം. പേടിക്കരുത്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന, ഇനി ആഴ്ചയിൽ 3 ദിവസമാണെങ്കിൽ ആ 3 ദിവസം കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടിരിക്കണം. പിന്നെ സമയത്തിന് ക്ലിപ്തത ഉണ്ടായിരിക്കണം. ഇവിടെ ഞാനും ആ സമയ ക്ലിപ്തത ഇപ്പോൾ പാലിക്കാറില്ല, കാരണം എങ്ങനെ പോകുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എനിക്കിതിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ആദ്യം നിൽക്കരുത്. ഇവിടെ ഞാൻ സമയം നോക്കുകയാണ്, ഏത് സമയത്തിട്ടാലാണ് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എന്ന് നോക്കുകയാണ്. അതുകൊണ്ടാണ് പല സമയങ്ങളിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് വരും. നമ്മളുടെ മറ്റേ ചാനലിൽ നമ്മൾ ഫിക്സ് ആയിട്ട് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്, വൈകുന്നേരം 6:44 എന്നുള്ള ടൈം കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ അതേ സമയത്ത് വീഡിയോ വരും, ഇനി ആളുകൾ കണ്ടാലും ഇല്ലെങ്കിലും. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ 4000 വാച്ച് അവർ ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. പിന്നെ അവർ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഒരിക്കലും കടക്കരുത്. കാരണം അങ്ങോട്ട് കൂട്ടുകൂട് ഇങ്ങോട്ട് കൂട്ടുകൂട് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എനിക്കതിന്റെ വാക്ക് ഇവിടെ പറയാൻ പറ്റില്ല, അത് യൂട്യൂബിൽ നിഷിദ്ധമാണ്. അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അതെന്താണ് അങ്ങനെ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. ലഭിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ എത്തട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.